ഇത് ജെനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഭയങ്കര ഡ്രൈ സബ്ജക്റ്റ് എന്നാണ് എല്ലാവരും, പീഡിയാട്രിക്സിൻ്റെ മാത്രമല്ല ഹോൾ ഒരു നമ്മുടെ ഇതിനകത്ത് ഒരു ഭയങ്കര ഡ്രൈ സബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. സോ ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് ലിറ്റിൽ സിമ്പിൾ ആൻഡ് പ്രാക്ടിക്കൽ. അപ്പോൾ എനിക്ക് ആദ്യം നമ്മുടെ ടോക്കിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എനിക്ക് അറിയേണ്ടത് നമ്മുടെ ഈ ഒരു ക്രൗഡിൽ ആക്ച്വലി എത്ര പേരാണ് ഡോക്ടേഴ്സ്? ജസ്റ്റ് ഒന്ന് കൈപൊക്കിയാൽ മതി. റീഹാബ് ഫീൽഡിലുള്ള കൂടുതൽ റീഹാബ് അല്ലേ? എന്താ വെച്ചാൽ വൈ? ബിക്കോസ് ആക്ച്വലി ഞാൻ IAPയും കൂടെ ഉള്ള ഒരു ഇതായതുകൊണ്ട് നമ്മൾ ജനറ്റിക് ടെസ്റ്റിങ്ങിനാണ് കൂടുതലും പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള സ്ലൈഡ്സാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ചെറുതായിട്ട് അങ്ങോട്ട് മോഡിഫൈ ചെയ്യാം ഞാൻ. കാര്യം എന്താ വെച്ചാൽ ഹൗ റീഹാബ് പ്രൊഫഷണൽസ് ആവുമ്പോൾ നമുക്ക് ജനറ്റിക് ടെസ്റ്റ് ആക്ച്വലി വെൻ ടു ഡിറ്റക്റ്റ് ജനറ്റിക് ഡിസോർഡർ, എന്നിട്ട് ഹൗ ഏർലി റെഫറൽ ഇറ്റ് വിൽ ഹെൽപ്പ് ദ ചൈൽഡ് ആൻഡ് ദ ഫാമിലി എന്നുള്ളതും കൂടെ ആവും ഒരു ഇമ്പോർട്ടൻറ്റ്. പിന്നെ ജനറ്റിക് ടെസ്റ്റിങ്ങിലേക്ക് പോവാം. സോ ഓക്കെ, സോ ജനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീൻസ്, DNA ആസ് എ ഹോൾ, നമ്മളെ ഹെറിഡിറ്ററി മെറ്റീരിയൽ ഇസ് DNA അല്ലെങ്കിൽ ക്രോമസോംസ് ആൻഡ് ജീൻസ്. അപ്പം ഇതിൻ്റെ സ്റ്റഡിയാണ് ജനറ്റിക്സ്. അപ്പോൾ ജനറ്റിക്സിൻ്റെ ക്ലിനിക്കൽ ഫീൽഡ് നമ്മളെ യൂട്ടിലിറ്റി, വാട്ട് ഈസ് എ യൂട്ടിലിറ്റി? ന്യൂ ബോൺ സ്ക്രീനിങ്ങിന്, ഡയഗ്നോസ്റ്റിക്സ് മേഖലയിൽ എന്താണ് ഡിസോർഡർ എന്ന് കണ്ടെത്തുക, കാരിയർ സ്ക്രീനിങ്, പ്രീനേറ്റൽ ടെസ്റ്റിംഗ്, പ്രീ ഇംപ്ലാന്റേഷൻ, പ്രെഡിക്റ്റീവ് ആൻഡ് ഫോറൻസിക് ഒക്കെ നമ്മൾ ഫിലിംസിലുമൊക്കെ കാണുന്നത് കൊണ്ട് ഫോറൻസിക് ടെസ്റ്റിങ്ങിനകത്ത് DNA ടെസ്റ്റിംഗ് വെച്ചിട്ടാണ് ഇന്ന ആളെ ക്രിമിനൽസിനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു മേഖല നമുക്കറിയാം. അപ്പോൾ നമുക്ക് മെയിൻലി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ് കാരിയർ സ്ക്രീനിങ്, അതുപോലെ പ്രീനേറ്റൽ ടെസ്റ്റിംഗ് എല്ലാം. അപ്പോൾ കാരിയർ സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസാങ്കുനിറ്റി എന്ന് വെച്ചാൽ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നവർക്ക് ജനറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാവാമോ, കുട്ടികൾക്ക് ഉണ്ടാവുമോ ചോദിക്കും. യെസ്. അപ്പോൾ എല്ലാവർക്കും മസ്റ്റല്ല, ബട്ട് കൺസാങ്കുനിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ റിഹാബ് എല്ലാവരും നമ്മൾ ആ ഒരു പോയിൻറ്റേഴ്സ് ഉണ്ടല്ലോ, പോയിൻറ്റേഴ്സ് ടുവേർഡ്സ് എ ജനറ്റിക് ഡിസോർഡർ എന്ന് പറയുന്നതിൽ ഒന്ന് നമ്മൾ ഫാമിലി ഹിസ്റ്ററി ടേക്കിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് കൺസാങ്കുനിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ജനറ്റിക് ഡിസോർഡേഴ്സിൻ്റെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്ത് തരം ജനറ്റിക് ഡിസോർഡേഴ്സ്? അതായത് നമ്മുടെ ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ എന്ന് പറയും. അതായത് അച്ഛനും അമ്മയിലും ഓരോരോ മ്യൂട്ടേഷൻസ് ഉണ്ടാവാം. അത് കുഞ്ഞിലേക്ക് ഡബിൾ മിസ്റ്റേക്ക് ആയിട്ട് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സിനെയാണ് ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡേഴ്സ് എന്ന് പറയുക. അപ്പോൾ കൺസാങ്കുനിറ്റി ഉള്ളവർക്ക്, കുഞ്ഞുങ്ങൾക്ക് ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമുക്കൊരു പോയിൻ്ററാണ്. അപ്പോൾ ഇങ്ങനെയാണോ? ഓക്കെ. അപ്പോൾ അത് കുറേ നമ്മുടെ ഇൻബോൺ എറേഴ്സ് ഓഫ് മെറ്റബോളിസം, മെറ്റബോളിക് ഡിസോർഡേഴ്സ്, ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ്, അതെല്ലാം കുറേ ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡേഴ്സാണ്. അപ്പോൾ അതാവാം എന്ന് നമുക്ക് സസ്പെക്റ്റ് ചെയ്യാം. അതുപോലെ അപ്പോൾ ഈ കാരിയർ സ്ക്രീനിങ് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് രക്തബന്ധത്തിലുള്ള കല്യാണം കഴിച്ചവർ ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്. അതായത് ഞങ്ങളിങ്ങനെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചതാണ്, ഞങ്ങളുടെ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിച്ച് വരാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ഏറ്റവും അവരെ കൗൺസിൽ ചെയ്യും. എല്ലാ കുഞ്ഞുങ്ങൾക്കും വരണമെന്ന് ആവശ്യമില്ല, പക്ഷേ നമുക്ക് നോക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്നൊക്കെ പറഞ്ഞ അസുഖം കേട്ടിട്ടുണ്ടാവും എല്ലാവരും. 18 കോടി രൂപയുടെ മെഡിസിനൊക്കെ വേണ്ടിയിട്ട് ക്രൗഡ് ഫണ്ടിങ്ങും ഒക്കെ ആൾക്കാരിങ്ങനെ ചോദിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ നമുക്കറിയാം 18 crores ഒക്കെ കൊടുത്ത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഏർലി എങ്ങനെ അത് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അച്ഛനെയും അമ്മേനെയും സ്ക്രീൻ ചെയ്യാൻ പറ്റും. അത് അത്ര പൈസയൊന്നും ഇല്ലാണ്ട് നമുക്ക് സ്ക്രീൻ ചെയ്ത് കൊടുക്കാം. അവർ SMA കാരിയർ ആണോ എന്ന് സ്ക്രീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്തിനാണ് ഞാൻ ഈ പറയണതെന്ന് വെച്ചാൽ, ആക്ച്വലി എൻ്റെ സ്ലൈഡ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് ഇറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ജസ്റ്റായിട്ട് നിങ്ങൾ ഓർക്കേണ്ടതെന്ന് ഞാൻ പറയുകയാണ്. SMA അതായത് കൺസാങ്കുനിറ്റി ഉള്ള ഒരു കപ്പിൾ നിങ്ങൾ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ, സോ ടെൽ ദം ഇതേപോലെ ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങളുടെ സ്ക്രീനിങ് ചെയ്യണം, നിങ്ങളൊരു ജനറ്റിസിസ്റ്റിനെ കാണണം എന്ന് പറയണം അവരോട്. പ്രഗ്നൻ്റ് ആയതിനു ശേഷമല്ല, പ്രഗ്നൻസിക്ക് മുന്നേ കാണണം. കാര്യം ജനറ്റിക് ടെസ്റ്റിങ്ങുകളൊക്കെ ഇറ്റ് ടേക്സ് ടൈം.
അപ്പോൾ അതുകൊണ്ട് ബിക്കോസ് ടെസ്റ്റിംഗ് ഒക്കെ 4 വീക്സ് 1 മന്ത് ഒക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ പ്രഗ്നൻസി ടൈമിലല്ല വരേണ്ടത്. വെൽ ബിഫോർ പ്രഗ്നൻസി കം വി വിൽ ഇവാലുവേറ്റ് ദ ഫാമിലി ആൻഡ് നമുക്ക് അതിനൊരു സൊല്യൂഷൻ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ അതൊക്കെ നിങ്ങളുടെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീൽഡാണ്, അതായി പറയുന്നത്. പിന്നെ അതൊന്ന് കൺസാങ്കുനിറ്റി ഉള്ളവർക്ക് അതുപോലെ കൺജനറ്റൽ അനോമലീസ് കുഞ്ഞുങ്ങൾക്ക് വരാനുള്ള സാധ്യത 2 times മോറാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ SMA മാത്രമല്ല, തലസീമിയ അതുപോലുള്ള ഡിസോർഡേഴ്സൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ജസ്റ്റ് ഒരു അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു ഹീമോഗ്ലോബിനും നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടും പെരിഫറൽ സ്മിയറൊക്കെ നമ്മൾ മാൻഡേറ്ററി ആണ്. അതൊക്കെ കൺസാങ്കുനിറ്റി ഉള്ളവർക്ക് CBC, പെരിഫറൽ സ്മിയർ, ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ് അത് അത്രയും അവരോട് അഡ്വൈസ് ചെയ്യണം. അത് മസ്റ്റായിട്ടും ഇപ്പോഴത്തെ കാലത്തൊന്നും അത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഗൈനക്കോളജിസ്റ്റിനും എല്ലാവർക്കും ആരൊക്കെയാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അതിൽ വരുന്നത് അവർക്ക് ലയബിൾ ടു അത് വരാം. ബിക്കോസ് യു ഹാവ് ടു ടെൽ. പിന്നെ SMA കാരിയർ സ്ക്രീനിങ് ചെയ്യാൻ പറയണം. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ CBC, പെരിഫറൽ സ്മിയറും ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ് ദേ ഹാവ് ടു ഡു. പിന്നെ ഇതും നമ്മൾ നെക്സ്റ്റ് ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് യു ഹാവ് ടു റെഫർ ടു എ ജെനറ്റിസിസ്റ്റ്. ഓക്കെ. പിന്നെ നമ്മൾ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഫാമിലി ഹിസ്റ്ററി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് മൂത്ത കുട്ടിക്ക് അല്ലെങ്കിൽ അവരെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിന് ഒക്കെ എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു തിങ്ക് ലൈക്ക് ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആയിരിക്കാം. സോ ഇത് ഇത്രയും കാര്യങ്ങൾ വളരെ ജിസ്റ്റാണ്, അതുകൊണ്ടാണ് അത് ആദ്യമേ തന്നെ പറയുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ വൺസ് ദ ഫാമിലി നമുക്കിങ്ങനെ ഒരു ഫാമിലി നമ്മളുടെ അടുത്ത് വരുമ്പോഴേക്കും ദെൻ വാട്ട് വി ആർ ഡൂയിങ്, നമ്മൾ അതിനുശേഷം നമ്മൾ വി വിൽ ടേക്ക് ഏതൊരു ഇതുപോലെയും ഡീറ്റെയിൽഡ് ഹിസ്റ്ററി ടേക്കിങ്ങും എല്ലാം നമ്മൾ കൺസൾട്ടേഷൻ ഞങ്ങൾ ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ജനറ്റിക് കൺസൾട്ടേഷനകത്ത് പ്രീ ടെസ്റ്റ് കൗൺസിലിംഗ് ആണ്. അതായത് നമ്മളൊരു ഡയഗ്നോസിസിലേക്ക് അറൈവ് ചെയ്തു, പേഷ്യൻറ്റിനെ കുട്ടിയെ കണ്ടു, നമുക്ക് മനസ്സിലായി ഇന്നതാവാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഇതുപോലെ അല്ല, ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടെസ്റ്റിൽ നമുക്ക് ഹീമോഗ്ലോബിൻ ചെയ്ത് കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ഒരു വാല്യൂ വരും. അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് പോലെ അല്ല ജനറ്റിക് ടെസ്റ്റിൻ്റെ ഇംപ്ലിക്കേഷൻസ്. ജനറ്റിക് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വന്ന് ടെസ്റ്റ് വിടാൻ എളുപ്പമാണ്, പക്ഷേ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വന്നു കഴിയുമ്പോഴേക്കും അത് ഇൻ്റർപ്രറ്റ് ചെയ്യലും അത് നമ്മൾ കൗൺസിൽ ചെയ്യലും ഇറ്റ് ഇസ് വെരി വെരി ഇറ്റ് ഇസ് എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് ഫീൽഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രീ ടെസ്റ്റ്, കാര്യം ഒന്നാമത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇന്നതാണ് ഞാൻ എന്തിനാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് പറയുക, അത് എന്താണ് ഈ ചെയ്തത് കൊണ്ട് എന്താണ് അവരുടെ ബെനിഫിറ്റ്, അതുമല്ല ഇതിലൂടെ വരാൻ പോകുന്ന റിപ്പോർട്ട് എന്താണ്, അത് നമ്മൾ ആദ്യം പ്രീ ടെസ്റ്റ് കൗൺസിലിംഗ് ചെയ്യണം. അതായത് ഇന്നത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നത് ചെയ്യാൻ പോകുന്നത്, ദാറ്റ് ഹാസ് ടു ബി കൗൺസിൽഡ് വെൽ ബിഫോർ. അപ്പോൾ എന്നിട്ട് വേണം നമ്മൾ ടെസ്റ്റ് വിടാൻ. ടെസ്റ്റ് വിട്ടതിന് ശേഷം വേണം, ബിക്കോസ് അതൊരു പ്രോസസ്സാണ്, അതാണ് ജനറ്റിക് കൗൺസിലിംഗ്. സോ ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ. സോ വി ആർ ഡിസ്കസിങ് വിത്ത് ദ പേഷ്യൻറ്റ്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ഒരു ആമുഖത്തോടുകൂടി കാര്യം, ബിക്കോസ് സ്ലൈഡ്സ് ഞാൻ ഇനി കുറച്ച് റഷ് ചെയ്ത് പോകും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്താൽ മതി, അതാണ്. സോ ജസ്റ്റ് ഇത് നമ്മുടെ ക്രോമസോമുകളെ ഉണ്ടാക്കിയിരിക്കുന്ന, സോ അത് നമ്മൾ അൺവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെയർ വിൽ ബി ബേസ് പെയർസ്. അപ്പോൾ ഇതാണ് ഇതിന് നമ്മുടെ മെയിൻ. ഇത് ഓരോ നമ്മുടെ ന്യൂക്ലിയസിനകത്തും 23 പെയർ ഓഫ് ക്രോമസോംസ് ഉണ്ട്. സോ ജനറ്റിക് ഡിസോർഡേഴ്സ് ഏതൊക്കെ തരത്തിൽ വരാം, ഈ ക്രോമസോമുകളെ വച്ചിട്ടുള്ള ക്രോമസോമുകളുടെ നമ്പറുകൾക്കും ഒക്കെ ഉണ്ടാകുന്ന ഇതാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം പോലുള്ള ക്രോമസോംസിൻ്റെ ചെറിയ ചെറിയ പോർഷനുകളാണ് ദേ ആർ ജീൻസ്. ഈ ജീൻസ് ഹാസ് എ സ്പെസിഫിക് ഫങ്ഷനുള്ള യൂണിറ്റാണ്. അത് ആ ജീനുകൾക്ക് ഉണ്ടാകുന്ന ചേഞ്ചസിനെ നമ്മൾ മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നു. ആ മ്യൂട്ടേഷൻസ് ഉണ്ടാകുന്ന അസുഖങ്ങളാണ് മോണോജനിക് എന്ന് വെച്ചാൽ ഒറ്റ ജീനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, തലസീമിയ, DMD, അക്കോൺഡ്രോപ്ലേസിയ പോലുള്ള അസുഖങ്ങൾ. പിന്നെ മൾട്ടി ഫാക്ടോറിയൽ, ഇതൊന്നും അല്ലാതെ, അതായത് ജീനിൻ്റെ മാത്രമല്ല, ഇപ്പോൾ ഡയബറ്റിസ്, ഓട്ടിസം, ഇതെല്ലാം കാർഡിയാക് ഡിസോർഡേഴ്സ്, ഇതെല്ലാം മൾട്ടി ഫാക്ടോറിയലാണ്. നമുക്ക് ജനറ്റിക്സ് മാത്രം ടെസ്റ്റ് ചെയ്ത് ഒരു ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. ഇറ്റ് ഹാസ് എ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആർ പ്ലേയിങ്. കാര്യം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ, ഓട്ടിസം വരുമ്പോൾ പാരൻസ് വരാറുണ്ട്, എൻ്റെ മൂത്ത കുഞ്ഞിന് ഓട്ടിസം ഉണ്ട്, അടുത്ത കുഞ്ഞിന് വരുമോ, ജനറ്റിക് ടെസ്റ്റിങ്ങിലൂടെ കണ്ടുപിടിക്കുമോ ചോദിക്കും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അവരോട് പറയണം, വെറുതെ നമ്മൾ ജനറ്റിക് ടെസ്റ്റ് വിടുകയല്ലല്ലോ. വി ഹാവ് ടു ടെൽ ദം ലൈക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു ജനറ്റിക് റീസൺ ഉണ്ടെങ്കിൽ കിട്ടും, ബട്ട് കിട്ടിക്കൊള്ളണമെന്ന് ഇല്ല എന്നുള്ളത് വി ഹാവ് ടു എക്സ്പ്ലെയിൻ. ബിക്കോസ് ഓട്ടിസം ഹാസ് എ മൾട്ടി ഫാക്ടോറിയൽ ഇൻഹെറിറ്റൻസ്. പിന്നെ അതുപോലെ വേറെ വരുന്ന മൈറ്റോകോൺഡ്രിയൽ ഡിസോർഡേഴ്സ്, സൊമാറ്റിക് സെൽ ഡിസോർഡേഴ്സ്, നമ്മുടെ ക്യാൻസർ
ടൈപ്പ് ഡിസോർഡേഴ്സ്. ഇനി ഇതാണ് ജസ്റ്റ് നമ്മുടെ ഒരു ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീനിൻ്റെ ഇതിനകത്ത് നമ്മുടെ ഇതാണ് ഒരു ജീനിൻ്റെ എക്സോണിക് പോർഷൻസ്, ഇൻട്രോണിക് പോർഷൻസ് എന്ന് പറയും. എക്സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീനിൻ്റെ കോഡിങ് പോർഷനാണ് എക്സോണിക് പോർഷൻ. അതുപോലെ കോഡ് ചെയ്യാത്ത പോർഷൻസിനെ നമ്മൾ ഇൻട്രോണിക് പോർഷൻസ് എന്ന് പറയും. ഇതാണ് ഒരു ജീന്. സോ അപ്പം നമ്മുടെ ക്രോമസോമുകളെ നമ്മൾ ആ ലെവൽ ക്രോമസോമുകളെ നോക്കുന്ന സ്റ്റഡിയെ നമ്മൾ കാരിയോടൈപ്പിംഗ് സ്റ്റഡീസ്, അതിൻ്റെ റെസല്യൂഷൻ, അതിന് വളരെ ചെറിയ റെസല്യൂഷനേ ഉള്ളൂ ക്രോമസോമുകൾ കാണുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്പിലൂടെ സൂം ചെയ്ത് നമ്മൾ ഓരോ സ്ഥലത്തിലേക്ക് നോക്കുന്ന പോലെയാണ് ക്രോമസോമുകളിൽ നിന്ന് ബേസസ്, അതായത് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ തുടങ്ങിയ ഈ ബേസ് പെയറുകളെ പഠിക്കുന്നതാണ് ഈ സീക്വൻസിങ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ക്രോമസോമൽ സ്റ്റഡിയെ നമ്മൾ അതിൻ്റെ റെസല്യൂഷൻ 5 MB 5 MB കൂടുതലാണ്. മറ്റത് ഓരോ ബേസ് പെയറിനെയും പഠിക്കുന്നതാണ് സീക്വൻസിങ്, ജസ്റ്റ് ജനറ്റിക് കൗൺസിലിംഗ്. സോ ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. We are informing the family at risk of occurrence or recurrence of a genetic disease by a trained person. എന്തിനെ പറ്റിയിട്ടാണ്? It about the diagnosis, natural cause, treatment and its outcome, risk of recurrence or occurrence and ways to prevent the ഇതെല്ലാം നമ്മൾ അവരെ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നു, ഈ പറഞ്ഞ കാര്യങ്ങൾ. സോ ഇതിൻ്റെ ആ ഡിസീസിൻ്റെ നാച്ചുറൽ കോസ് എങ്ങനെയാണ്, അതെങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം, അതിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ, പിന്നെ അതുപോലെ അവരുടെ ഫാമിലിക്ക് ഈ അടുത്ത കുഞ്ഞിന് വരുമോ ഈ അസുഖം, അതെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് ഇത് കണ്ടുപിടിക്കാൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മെയിനായിട്ടും ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് തന്നെ നമ്മൾ ജനറ്റിക് ടെസ്റ്റുകളിൽ നമ്മൾ ഈ പറഞ്ഞ ക്രോമസോമൽ പ്രശ്നങ്ങളിൽ കോപ്പി നമ്പർ വേരിയൻറ്റുകൾ എന്ന് പറയും. അതായത് ക്രോമസോമുകളുടെ എണ്ണം കൂടുക, ക്രോമസോമുകളിൽ പൊട്ടൽ വരിക. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളാണ് കാരിയോടൈപ്പ്, ഫിഷ്, മൈക്രോ അറേ. ഇതാണ് നമ്മുടെ ക്രോമസോമുകളുടെ എണ്ണത്തിലുള്ള നമ്പർ ആൻഡ് സൈസിലുള്ള ചേഞ്ചസ് കണ്ടുപിടിക്കാനുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞു ജീനുകളുടെ പ്രശ്നങ്ങൾ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ വരുന്നത് സീക്വൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബേസ് പെയറുകളെയായിട്ട് റീഡ് ചെയ്യുന്നതാണ് സീക്വൻസിങ്. അത് തന്നെ നമ്മുടെ ബോഡിയിൽ അറൗണ്ട് 20,000 ജീൻസ് ഉണ്ട്. ഈ 20,000 ജീൻസിനെയും കൂടെ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ്. കാര്യം ആൾക്കാർ ചോദിക്കുന്നു എന്തുവാ NGS ടെക്നോളജി ചോദിക്കും. NGS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ഹോൾ ജീനോം പ്രോജക്റ്റ്. അതിനൊരു 15 ഇയേഴ്സിൻ്റെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ആ പ്രോജക്റ്റിൽ 13 ഇയേഴ്സ് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തു. 1990 തുടങ്ങി 2003 ആ പ്രോജക്റ്റ് ഹോൾ വേൾഡ് ഒരു കൺസോർഷ്യം ഉണ്ടാക്കി അവർ നമ്മുടെ എല്ലാവരുടെയും ജീനിനെ സീക്വൻസ് ചെയ്തു. അതിലൂടെയാണ് നമ്മുടെ ഒരു റെഫറൻസ് ജീനോം അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് ഈ ജനറ്റിക് ടെസ്റ്റുകളെല്ലാം വന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ ജീനുകളെയും ഇരുന്ന് നോക്കുമ്പം വർഷങ്ങളെടുക്കും, അത് പറ്റത്തില്ലല്ലോ. അപ്പോൾ വി ഹാവ് ഡെവലപ്ഡ് എ ടെക്നോളജി, ഇറ്റ് വിൽ ഡിറ്റക്ട് എവറിത്തിങ് വിത്തിൻ എ ഫ്യൂ ഡേയ്സ് എന്നുള്ള. അപ്പോൾ അത് നമ്മുടെ NGS പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അതാണ് നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ്. അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ്ങിലുള്ള ടെസ്റ്റുകളാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ്. പാനലുകളുണ്ട്, ക്ലിനിക്കൽ എക്സോം, ഹോൾ എക്സോം, ഹോൾ ജീനോം മുതലായ ടെസ്റ്റുകൾ. ഇപ്പോൾ എന്താ വെച്ചാൽ ഇത്രയും ടെസ്റ്റുകളുണ്ട്. ഇനി ഓരോ പേഷ്യൻറ്റിന് എന്ത് ടെസ്റ്റ് എടുക്കണം, ഏത് ചെയ്യണം? there comes the അടുത്ത ഡൈലമ. സോ ദാറ്റ് കംസ് വിത്ത് നമുക്ക് ഓരോരോ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതുമാത്രമല്ല അതുപോലെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, നമ്മുടെ ഓരോരുത്തരുടെയും ക്ലിനിക്കൽ എക്സ്പീരിയൻസും കൂടെ വെച്ചിട്ടാണ് നമ്മളത്. ഫസ്റ്റ് നമ്മുടെ കുറച്ച് കേസ് സിനാരിയോസ് നിങ്ങൾ കണ്ടിട്ടുള്ള കേസസ് ആയിരിക്കും ഏറ്റവും. അപ്പോൾ ഒരു 5 months ആയിട്ടുള്ളൊരു കുഞ്ഞ് വന്നതാണ്. ഇത് ചൈൽഡിന് എന്താ വെച്ചാൽ നെക്ക് ഹോൾഡിങ് ഇല്ല. അപ്പോൾ അതായിരുന്നു ഒരു ഡിലേ. പിന്നെ നോക്കുമ്പോൾ നമ്മൾ ഫ്ലാറ്റ് ഫേസാണ് കുഞ്ഞിന്. അപ്പോൾ വേറെ കുറച്ച് ഫേഷ്യൽ ഡിസ്മോർഫിസം എന്ന് പറയും. അപ്പോൾ ഞാൻ ഓരോ ഇൻഡിക്കേറ്റേഴ്സ് പറയുകയാണ് നമുക്ക്. അപ്പോൾ ഫേഷ്യൽ ഡിസ്മോർഫിസം, ഡെവലപ്മെൻറ്റൽ ഡിലേ, അപ്പോൾ അത് ഒരു ജനറ്റിക് ഡിസോർഡറിൻ്റെ പോയിൻ്ററാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡിസോർഡറാണ് ഡൗൺ സിൻഡ്രോം. അപ്പോൾ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൗൺ സിൻഡ്രോമിൽ നമ്മുടെ ക്രോമസോമിൻ്റെ 21st ക്രോമസോം യൂഷ്വലി നമുക്ക് 2 എണ്ണം ഉണ്ടാവുള്ളൂ. ഇൻസ്റ്റെഡ് ഓഫ് 21st 2 എണ്ണം ഉണ്ടാവുന്നതിന് പകരം 3 എണ്ണം ഉണ്ടാവുന്ന കണ്ടീഷനാണ് ഡൗൺ സിൻഡ്രോം. അപ്പോൾ കാരിയോടൈപ്പാണ്. ആ കാരിയോടൈപ്പിനകത്ത് 21st ക്രോമസോം 3 എണ്ണമാണ് ഉള്ളത്.
അപ്പോൾ ഇതാണ് നമ്മുടെ ആ എക്സ്ട്രാ ഒരു ക്രോമസോം വരുന്നത് കൊണ്ടുള്ള നമ്മുടെ ബോഡിയിലെ ഇംബാലൻസ് ആണ് ഡൗൺ സിൻഡ്രോമിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടാക്കുന്നത്. ഇതാണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡൗൺ സിൻഡ്രോം. ഇതിനെ നമ്മൾ ഫ്രീ ട്രൈസോമി 21 എന്ന് പറയും. 95% ഡൗൺ സിൻഡ്രോമും ഇങ്ങനെയാണ് ഉണ്ടാവാൻ കാര്യം. അപ്പോൾ വേറെ ഏതെങ്കിലും ടൈപ്പ് ഉണ്ടോ? അപ്പം ഇവിടെ നോക്കിയാൽ അറിയാം, 21ൻ്റെ പൊസിഷനിൽ 2 ഉള്ളൂ. അപ്പം മറ്റേ 21 എവിടെ പോയി? ആ 21 പോയിട്ട് 14ാമത്തെ ക്രോമസോമിൻ്റെ മേലെ ഒട്ടിയിരിക്കുകയാണ്. ഇതിനെ നമ്മൾ പറയുക ലൊക്കേഷൻ മാറിയിരിക്കുക. അപ്പോൾ ഇങ്ങനെയും ഡൗൺ സിൻഡ്രോം ഉണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പോൾ ഈ അടുത്ത നോക്കിയാൽ അറിയാം, 21 അവിടെ നോക്കുമ്പോൾ അവിടെ ഒരു ആരോ കാണിച്ചിട്ടുണ്ട്. ഒരു 21ൻ്റെ മേലെ വേറൊരു 21 ഇരിക്കുക. അപ്പം ടോട്ടലി 3 21 ഉണ്ട്, പക്ഷെ ഒന്നിൻ്റെ മേലെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുവാണ്. ഇതിനെയാണ് നമ്മൾ 21 ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. മറ്റത് 14-21 ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണ്? പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാവർക്കും ഡൗൺ സിൻഡ്രോമിൻ്റെ ഫീച്ചേഴ്സ് തന്നെയാണ് ഉണ്ടാവുന്നത്. പിന്നെ ഇമ്പോർട്ടൻസ് വരുന്ന റെക്കറൻസ് റിസ്കിലാണ്. അടുത്ത കുഞ്ഞിന് വരാനുള്ള സാധ്യതകൾ എങ്ങനെയാണ്? സോ നമ്മുടെ കൗൺസിലിംഗ് വരുമ്പോൾ ഫ്രീ ട്രൈസോമി 95%, ട്രാൻസ്ലൊക്കേഷൻ 2-3%. മൊസൈക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് സെൽസിനകത്ത് 21 ക്രോമസോം 2 കാണും, കുറച്ച് സെൽസിനകത്ത് 21 ക്രോമസോം 3 കാണും. അതിനെയാണ് മൊസൈക്കിസം എന്ന് പറയുക. സോ ഈ 3 ടൈപ്പ് ഡൗൺസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫ്രീ ട്രൈസോമി ആണെങ്കിൽ അടുത്ത കുഞ്ഞിന് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. നമ്മൾ പറയുക 1% സാധ്യതയാണ്. 99%ഉം കുഴപ്പമുണ്ടാവില്ല. പക്ഷെ മെറ്റേണൽ ഏജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മുടെ മെറ്റേണൽ ഏജ് കൂടുമ്പോൾ നമ്മുടെ അടുത്ത് ഒരു 40 വയസ്സുള്ള ഒരു ലേഡിയാണ് വരുന്നതെങ്കിൽ അവരുടെ റിസ്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 1/80 ആണ്. അതായത് 80 കുട്ടികൾ ഉണ്ടാവുമ്പോൾ ഒരു കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം എന്നാണ്. നോർമലി നമ്മുടെ സാധാരണ ഒരു ലേഡി പ്രഗ്നൻ്റ് ആവുമ്പോൾ 1000 കുഞ്ഞുങ്ങളുണ്ടാവുമ്പോൾ ഒരു കുഞ്ഞിന് ഡൗൺസ് ആണ്. അത് എല്ലാവർക്കും ഉള്ള റിസ്ക്കാണ് 1 in 1000. അപ്പോൾ 1000 കുഞ്ഞുങ്ങളുണ്ടാവുമ്പോൾ ഒരു കുഞ്ഞ് ഡൗൺ സിൻഡ്രോം ബേബി ആവും. അപ്പോൾ ഏജ് കൂടുന്നതിനനുസരിച്ച് അത് കൂടി വരും. അപ്പോൾ അതുകൊണ്ട് വേറൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് എന്തായാലും എല്ലാ ലേഡീസും മസ്റ്റായിട്ടും പ്രഗ്നൻസി ടൈമിൽ സ്ക്രീൻ ചെയ്യണം. നമ്മുടെ ഡൗൺ സിൻഡ്രോമും അതിൻ്റെ സ്ക്രീനിങ് ഉണ്ട് 3rd month. അതെല്ലാവരും ചെയ്യണം. കാര്യം എല്ലാവരും വി ഹാവ് ദാറ്റ് റിസ്ക്. അപ്പോൾ പിന്നെ അതുപോലെ ഈ ട്രാൻസ്ലൊക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പാരൻസിനെ ടെസ്റ്റ് ചെയ്യണം. എന്തിനാണ്? പാരൻസിൽ എന്തെങ്കിലും ട്രാൻസ്ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ റെക്കറൻസ് റിസ്ക് വ്യത്യാസം ഉണ്ടാവും. അതായത് അച്ഛനോ അമ്മയ്ക്കോ ട്രാൻസ്ലൊക്കേഷൻ കാരിയർ ആണ് അവരെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അടുത്ത കുഞ്ഞിന് വരാനുള്ള സാധ്യത 10-15% സാധ്യതയുണ്ട് അടുത്ത കുഞ്ഞിന് അമ്മ കാരിയർ ആണെങ്കിൽ. അതുപോലെ ഈ നമ്മുടെ 21 പറഞ്ഞില്ലേ, അത് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ലൊക്കേഷൻ ഉണ്ടെങ്കിൽ പാരൻസ് ആരെങ്കിലും കാരിയർ ആണെങ്കിൽ 100% എല്ലാ കുഞ്ഞുങ്ങളും അവർക്ക് ഡൗൺ സിൻഡ്രോം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നോർമലി പോയി കഴിഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങളും ഡൗൺ സിൻഡ്രോം ആവും. അത് കാരണം അവർ വേറെ IVF ടെക്നോളജി അപ്പോൾ ആരാണോ അത് സ്പേം ഡൊണേഷനോ ഓവം ഡൊണേഷനോ ചെയ്യേണ്ടി വരും. ഇതെല്ലാം നമ്മൾ കൗൺസിൽ ചെയ്ത് പറഞ്ഞു കൊടുക്കണം. പക്ഷെ നേരെ തിരിച്ച് അച്ഛനും അമ്മയും കാരിയർ അല്ല എന്നുണ്ടെങ്കിൽ their risk is very very low. They can have a normal baby. അപ്പോൾ ഇതെല്ലാം പറയണമെങ്കിൽ വി ഷുഡ് നോ. ഇതാണ് പാരൻ്റൽ കാരിയോടൈപ്പ് ചെയ്തപ്പോൾ ആ 21ൻ്റെ അവിടെ ഒരു ക്രോമസോമേ ഉള്ളൂ. 14ൻ്റെ അവിടെ നോക്കുമ്പോൾ 14ാമത്തെ ക്രോമസോമിൻ്റെ മേലെ വേറെ അത് സ്റ്റിക്ക് ചെയ്താണ് അവരാണ് കാരിയറാണ്. സോ ഇത് ജസ്റ്റ് നമ്മൾ കാരിയോടൈപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ക്രോമസോമുകളെ അറേഞ്ച് ചെയ്യുന്ന സ്റ്റഡിയാണ് കാരിയോടൈപ്പ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് എന്താ വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് കൺജനിറ്റൽ മാൽഫോർമേഷൻസ്, അതുപോലെ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ്, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, അമനൂറിയ, ടേണർ സിൻഡ്രോം ആവാം, ഷോർട്ട് സ്റ്റാച്ചർ, പ്രൈമറി അമനൂറിയ ഉള്ള കുഞ്ഞുങ്ങൾ ടർണർ ആവാം. അതായത് X0 ആയിരിക്കും. XX ആണ് ഫീമെയിൽ, അതിന് ഒരു X0 ആണ് ടേണർ. റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസ്. അപ്പോൾ നമുക്ക് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് അമ്മയ്ക്ക് കുറേ അബോർഷൻസ് ഉണ്ട്, മിസ്കാരേജസ് ഉണ്ട് നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരോട് പറയണം എന്തായാലും അവർ കാരിയോടൈപ്പ് ചെയ്ത് നോക്കണം. കാര്യം ഇവർ അമ്മയോ അച്ഛനോ ആരെങ്കിലും ട്രാൻസ്ലൊക്കേഷൻ നേരത്തെ കാണിച്ച ആ ട്രാൻസ്ലൊക്കേഷൻ കാരിയർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 1000 പേരെ നമ്മൾ എടുക്കുവാണെങ്കിൽ റാൻഡമായിട്ട് ഒരാൾ ട്രാൻസ്ലൊക്കേഷൻ കാരിയറാണ്. 50 പേരെ നമ്മൾ എടുക്കുവാണെങ്കിൽ ഒരാൾ SMA കാരിയറാണ്. അപ്പം നമ്മൾ തന്നെ ഇപ്പം 50 പേരുണ്ട്, നമ്മൾ 50 ആരെങ്കിലും ഒരാൾ SMA കാരിയറാണ്. 1000 പേരെ എടുക്കുവാണെങ്കിൽ ഒരാൾ ട്രാൻസ്ലൊക്കേഷൻ കാരിയറാണ്. നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് റെയർ. അപ്പം ഇൻഫെർട്ടിലിറ്റി ഉണ്ടെങ്കിൽ കാരിയോടൈപ്പിംഗ് മസ്റ്റായിട്ട് ചെയ്യണം. ക്ലൈൻഫെൽട്ടർ പോലുള്ള പ്രശ്നങ്ങളാവാം. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ അനദർ കേസ് സിനാരിയോ, ആ കൺജനിറ്റൽ ഹാർട്ട് ഡിഫക്റ്റ് ആയിട്ടാണ് ഈ കുട്ടി റെഫർ ചെയ്തത്. ടെട്രോളജി ഓഫ് ഫാലോ ആയിരുന്നു കൺജനിറ്റൽ ഇത്. അപ്പോൾ കുഞ്ഞ് ഇതാണ്, കുറച്ച് ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ ഉണ്ട് ആ കുഞ്ഞിന്. കണ്ണൊക്കെ വളരെ ചെറിയ കണ്ണ്, മൂക്ക് ഒരു ബൾബസ് ആയിട്ടുള്ള മൂക്ക്, ചെറിയ ചുണ്ടുകളാണ്. പിന്നെ അതുപോലെ ടെട്രോളജി ഓഫ് ഫാലോ ഇറ്റ് ഇസ് എ സ്പെസിഫിക് ഹാർട്ട് ഡിസീസാണ്. അപ്പം ടെട്രോളജി ഓഫ് ഫാലോ എന്ന് പറയുന്ന ഹാർട്ട് ഡിസീസ് ഉള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ ഈ അതായത് 22ാമത്തെ ക്രോമസോം 22nd ക്രോമസോമിൽ 2 ക്രോമസോം ഉണ്ട്. അതിനകത്ത് ഒരു ക്രോമസോമിൽ കുറച്ച് ഭാഗം പൊട്ടിപ്പോവാം. അപ്പോൾ 22nd ക്രോമസോം പൊട്ടിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് വി ഹാവ് ടു ചെക്ക്. അപ്പോൾ അതിന് പല മെത്തഡോളജീസ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡാണ് ഫിഷ് ടെസ്റ്റ് എന്ന് പറയും. അതിനകത്ത് ജസ്റ്റ് ആ 22ാമത്തെ ക്രോമസോമിൻ്റെ ആ ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. ഇത്രയും ജീനുകൾ ആ ഭാഗത്തുണ്ട്. അപ്പോൾ അത്രയും ആ ജീൻസ് ഡിലീറ്റഡ് ആയി പോകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. കാർഡിയാക് ഡിസീസായിട്ടും ലേണിംഗ് ഡിഫിക്കൽട്ടീസായിട്ട്, ഹൈപ്പോകാൽസീമിയ, നമ്മുടെ ഇവിടുത്തെ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥികൾ പോലുള്ള ഗ്ലാൻസിനെയൊക്കെ ഇത് ബാധിക്കും. അങ്ങനെ ഹൈപ്പോകാൽസീമിയ ഉണ്ടാവാം നമുക്ക്. അപ്പോൾ ഇത് വേറെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോസാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് ക്ലെഫ്റ്റ് പാലറ്റ്, മുച്ചുരി. അപ്പോൾ നമ്മൾ ഹാർട്ട് ഡിസീസ് അതുപോലെ ക്ലെഫ്റ്റ് പാലറ്റൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ, ക്ലെഫ്റ്റ് ലിപ്പുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഇത് ഡൈജോർജ് എന്നാണ് ഇത് പറയുക. ഈ വ്യതിയാനം ഉണ്ടോ എന്നുള്ളത് വി ഹാവ് ടു ചെക്ക്. അവരുടെ ഫീച്ചേഴ്സാണ്. അപ്പോൾ ഇതാണ് ഈ കാണിച്ചിരിക്കുന്ന. ഇതിന് നമ്മൾ ഫ്ലൂറസെൻറ്റ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷൻ ടെക്നിക്ക് എന്നാണ് പറയുക, ഫിഷ് ടെസ്റ്റ്. അപ്പോൾ ഇതിൽ ഫ്ലൂറസെൻറ്റ് പ്രോബുകളുണ്ട്. ഈ പച്ച പ്രോബ് 2 ഉണ്ട്, അതുപോലെ റെഡ് 2 ഉണ്ട്. ഇത് രണ്ടും ഓരോന്നും 22nd ക്രോമസോമിനെയാണ് കാണിക്കുന്നത്. പച്ച കൺട്രോളാണ്, ആ റെഡ് പോർഷനാണ് നമ്മൾ ഈ പൊട്ടിപ്പോയ ഭാഗത്തിൻ്റെ പോർഷനാണ്. അപ്പോൾ ഈ പിക്ചർ കണ്ടാലറിയാം ഇവിടെ ഒരു റെഡേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒരു റെഡ് ഡിലീറ്റഡ് ആയിപ്പോയി. അതാണ് ഇത് കണ്ടുപിടിക്കുന്നത്, ഫിഷ് ടെസ്റ്റ് കണ്ടുപിടിക്കുന്നത്. സോ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ നമ്മുടെ കൗൺസിലിങ്ങിൽ വരുന്നത് ഇത് ആ കുഞ്ഞിൽ ആദ്യമായിട്ടുണ്ടായതാണെങ്കിൽ നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ ഇത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. നേരെ തിരിച്ച് ഇത് പാരൻറ്റിനെ ടെസ്റ്റ് ചെയ്യണം. കാര്യം ഇതൊരു സ്പെക്ട്രമാണ്. പാരൻസിന് ചിലപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാവണമെന്നില്ല, അവർക്ക് പക്ഷേ ഈ ഡിലീഷൻ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് റെക്കറൻസ് റിസ്ക് ഒരു പാരൻറ്റിന് ഇത് ഉണ്ടെങ്കിൽ അടുത്ത കുഞ്ഞിന് വരാനുള്ള സാധ്യത 50%, 50% ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റും. സോ ഇതൊക്കെ നമ്മുടെ മാനേജ്മെൻറ്റ് പാർട്ടാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ദെൻ കമ്മിങ് ടു അനദർ, ഒരു കുഞ്ഞ് നമുക്ക് ഫേഷ്യൽ ഡിസ്മോർഫിസം ഉണ്ട്. അപ്പോൾ അവന് ഫീച്ചേഴ്സ് ഞാൻ പറയാം. ഇതാണ് ആൾ. അപ്പോൾ ഇവന് ഒരു ഡെവലപ്മെൻറ്റൽ ഒരു മൈൽഡ് ഇഷ്യൂസ്, പിന്നെ ഫേഷ്യൽ ഡിസ്മോർഫിസം കൊണ്ടാണ് ഇവനെ റെഫർ ചെയ്യാൻ കാര്യം. അപ്പോൾ അതിൽ അവൻ്റെ കണ്ണും ചെവി ഒക്കെ ദേ ഹാവ് സം ഫീച്ചേഴ്സ് ഇതുണ്ട്. അപ്പോൾ അവർ കാരിയോടൈപ്പ് ഓൾറെഡി ചെയ്തു. അപ്പോൾ ഏറ്റവും അടിയിൽ നമുക്ക് കാണാം ഒരു ക്രോമസോം, ഏറ്റവും അടിയിൽ ഒരു മാർക്കർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതായത് മാർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ക്രോമസോമാണെന്ന് അറിയില്ല. അപ്പം മാർക്കർ ക്രോമസോം നമുക്ക് 23 പെയർ ക്രോമസോമും കിട്ടി, അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു ക്രോമസോമും കിട്ടി. അപ്പോൾ അത് ഏതാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇനി അതിന് ഏത് ടെസ്റ്റ് ചെയ്യും എന്നാണ് എനിക്ക് റെഫറൻസ് വന്നത്. അപ്പോൾ നമ്മൾ ഈ കാരിയോടൈപ്പിൽ കണ്ടുപിടിക്കാൻ പറ്റാത്തതിന് അതിൻ്റെ ഹയർ റെസൊല്യൂഷനിലേക്കുള്ളതാണ് ക്രോമസോമൽ മൈക്രോ അരേ എന്ന് പറഞ്ഞ ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ക്രോമസോമൽ മൈക്രോ അരേ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ആ ടെസ്റ്റിൽ കാണാം, മേലെ എഴുതിയിട്ടുണ്ട് CNV എന്ന് വെച്ചാൽ കോപ്പി നമ്പർ വേരിയൻറ്റ്. അതായത് എന്താണ് ഇപ്പോൾ ഡിലീഷൻ ആണോ ഡ്യൂപ്ലിക്കേറ്റ്, അതായത് കുറച്ച് ഗെയിൻ ആണോ ലോസ് ആണോ, അതിൻ്റെ സൈസ് എത്രയാണ്. അപ്പം 9p24.3p അതാണ് ആ പൊസിഷനാണ് ആ കാണിച്ചിരിക്കുന്നത്. 9ാമത്തെ ക്രോമസോമിൻ്റെ, ഒരു ക്രോമസോമിന് 2 പോർഷൻസ് ഉണ്ട്. അതിന് ഷോർട്ട് ആം എന്ന് പറയുന്നത് ചെറിയൊരു ആമുണ്ട്, അത് P ആം, ലോങ് ആം, Q ആം. അപ്പോൾ P ആമിൽ കുറച്ച് ഭാഗം, ആ ഷോർട്ട് ആമിൽ മേലത്തെ കുറേ ഭാഗം പൊട്ടിപ്പോയി. അതുകൊണ്ട് എന്ത് പറ്റി, ആ ഭാഗത്തുള്ള ജീനുകളെല്ലാം ആ കുട്ടിക്ക് ×3, ഇത് ×3 ആണ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ. നമ്മൾ നോർമലി ×2 എന്നാണ് പറയുക. അതായത് 2 കോപ്പി ഉണ്ടാവേണ്ട ആവശ്യമുള്ളൂ. ×3 എന്ന് പറഞ്ഞാൽ അത്രയും പോർഷൻ ഡ്യൂപ്ലിക്കേഷനായി ഇരട്ടിച്ചു. അപ്പോൾ ആവശ്യമില്ലാതെ അത്രയും ജീനുകൾ ആ കുട്ടിക്ക് എക്സ്ട്രാ വന്നു. അപ്പോൾ മൈക്രോ അരേയിലൂടെ അതാണ് കണ്ടുപിടിക്കുന്നത്, നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ആണോ ഗെയിൻ ഓർ ലോസ് ആണ്. അത്രയും ഓർത്താൽ മതി, ഗെയിൻ ഓർ ലോസ് ആണ് മൈക്രോ അരേ കണ്ടുപിടിക്കുന്നത്. അതിലൂടെ എത്ര ജീനുകൾ നമുക്ക് നഷ്ടമായി എന്ന് അറിയാൻ പറ്റും.
അപ്പോൾ ഇതിൽ 173 ജീൻസ് ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. അത്രയും ജീൻസുകൾ ഡ്യൂപ്ലിക്കേറ്റഡ് ആയി ഈ കുട്ടിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടായത്. അപ്പോൾ ഇതാണ് മൈക്രോഅറേയുടെ ഒരു വ്യൂ ആണിത്. സോ ഇതാണ് നമ്മുടെ ഇതൊരു അരേ CGH എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെയും റെഫറൻസ്, അതായത് പേഷ്യൻറ്റിൻ്റെ DNA-യും കൺട്രോൾ DNA-യും തമ്മിൽ കൂട്ടും നമ്മൾ മിക്സ് ചെയ്തിട്ട് അതൊരു ചിപ്പിൽ ഹൈബ്രിഡൈസ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ ആ ചിപ്പിൻ്റെ ഇതാണ് മൈക്രോ അരേ എന്നുള്ള പേര് കിട്ടാൻ കാര്യം. എന്നിട്ട് ഇത് എത്ര കൺട്രോളുണ്ട്, കൺട്രോളിൽ നിന്ന് എത്ര DNA കൂടി എങ്ങനെയാണെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഡിലീഷൻ എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട്. അതൊക്കെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഇതൊക്കെ സോഫ്റ്റ്വെയറാണ് കണ്ടുപിടിക്കുന്നത്. സോഫ്റ്റ്വെയറിലൂടെ ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇത് ജസ്റ്റ് കാരിയോടൈപ്പും ഇതും. കാരിയോടൈപ്പിൻ്റെ റെസല്യൂഷൻ കുറവാണ്. നേരെ തിരിച്ച് മൈക്രോ അറേയുടെ റെസല്യൂഷൻ ഇറ്റ് ഹാസ് എ ഹൈ റെസല്യൂഷൻ. സോ ഇൻഡിക്കേഷൻസ്, അപ്പോൾ ഒരു കുട്ടിക്ക്, അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻസ് ഇതാണ്. അതായത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ഡെവലപ്മെൻറ്റൽ ഡിലേ, മൾട്ടിപ്പിൾ കൺജനിറ്റൽ അനോമലീസ്, അതുപോലെ ഡിസ്മോർഫിസം, ഇതൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇപ്പോഴത്തെ ചോയ്സ് ഓഫ് ടെസ്റ്റിങ് CMA ആണ്. പിന്നെ അതുപോലെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഫാമിലിയിൽ അച്ഛനോ അമ്മയ്ക്കോ ബാലൻസ്ഡ് ട്രാൻസ്ലൊക്കേഷൻ ഉണ്ടെങ്കിലും നമ്മൾ കുഞ്ഞിനെ ആക്ച്വലി നമ്മൾ ചെയ്ത് നോക്കണം. CMA ആണ് ചെയ്യേണ്ടത്. അതുപോലെ മാർക്കർ ക്രോമസോംസ് ഒക്കെ ഉണ്ട് എങ്കിൽ കാരിയോടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ആ നേരത്തെ കണ്ട പോലെ മാർക്കർ ക്രോമസോം ഉണ്ടെങ്കിൽ അതെന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ മൈക്രോ അറേ ചെയ്യണം. അപ്പോൾ പ്രീനേറ്റലി ഒരു വലിയ ടോപ്പിക്കാണ് പ്രീനേറ്റൽ ജെനറ്റിക്സ്. അപ്പോൾ അതിൽ നമ്മൾ യൂഷ്വലി 3rd മന്തിൽ നമുക്ക് NT സ്കാൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മൾ കൊറിയോണിക് വില്ല സാമ്പിളിങ്, അതായത് പ്ലാസൻ്റയെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീറ്റസിന് പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അതിന് മുന്നേ തന്നെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവണം എന്തുവാണ് അവരുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇനി ഈ കുട്ടിക്ക് എന്താണ് വരാനുള്ള റിസ്ക് ഉള്ള കാര്യങ്ങൾ എന്നൊക്കെ ഓൾറെഡി കണ്ടുപിടിച്ച് വെക്കണം. എന്നാലേ നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആസ് എ പ്രൊഫഷണൽസ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ, അതായത് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഡെവലപ്മെൻറ്റൽ ഡിലേ ഉള്ള കുഞ്ഞുമായിട്ടായിരിക്കും അമ്മ വരുന്നത്. അപ്പോൾ നിങ്ങൾ അവരുടെ ഹിസ്റ്ററി എടുക്കുക. അപ്പോൾ അവർ പ്രഗ്നൻസി പ്ലാനിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് നേരത്തെ ടെസ്റ്റിങ് ചെയ്യാൻ പറയണം. അല്ലാതെ പ്രഗ്നൻസിയിൽ ഏറ്റവും കൂടുതൽ പാരൻസ് വന്നിരുന്ന് കരയുന്ന ഒരു കാര്യം അതാണ്. 3-ാം മാസത്തിൽ എന്നോട് അവർ പറഞ്ഞത് 3-ാം മാസത്തിൽ പോയി ടെസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ എന്താ വെച്ചാൽ 3-ാം മാസത്തിൽ വന്നു കഴിഞ്ഞാൽ വി കാൻ ഡയറക്റ്റ്ലി ടെസ്റ്റ്. നമുക്ക് എന്താണ് ആ ഫാമിലിയിലുള്ള പ്രശ്നമെന്ന് കണ്ടുപിടിക്കാൻ തന്നെ സമയമെടുക്കും. അത് കഴിയുമ്പോഴേക്കും ഇറ്റ് വിൽ ആ പ്രഗ്നൻസിയൊക്കെ ലോങ് അഡ്വാൻസ്ഡ് ആയി പോവും. അപ്പോൾ സോ പ്ലീസ് നിങ്ങൾക്ക് വരുന്ന മദേഴ്സിനെ ഇഫ് യു ഹാവ് ടു ഹെൽപ്പ് ദം, ടെൽ ദം ലൈക്ക് നിങ്ങൾക്കൊരു പ്രഗ്നൻസി പ്ലാനിങ് ഉണ്ടെങ്കിൽ കൺസൾട്ട് എ ജെനറ്റിസിസ്റ്റ് ഏർലി ബിഫോർ പ്ലാനിങ് പ്രഗ്നൻസി. ഇറ്റ് ഈസ് മസ്റ്റ്. അപ്പോൾ അത്രയെങ്കിലും നമ്മൾ ചെയ്യണം. കാരണം ഇപ്പോൾ ഫെസിലിറ്റീസ് ഉണ്ട്, വി ഹാവ് ദ ഫെസിലിറ്റീസ്. സോ അനദർ കേസാണ്. അപ്പോൾ എനിക്കൊരു എപ്പിലെപ്റ്റിക് എൻസെഫലോപ്പതി ആയിട്ട് ഒരു കുഞ്ഞ് 15 days ബേബി ആയിരുന്നു. സീഷേഴ്സാണ് ബേബിക്ക്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് പ്രീവിയസ് ബേബിക്ക്, അപ്പോൾ ഈ ബേബിയുടെ ഒരു ഹിസ്റ്ററി എന്താ വെച്ചാൽ ദിസ് ബേബി വാസ് പുട്ട് ഓൺ മെനി ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് ഉണ്ട്. ഈ ബേബീനെ നമുക്ക് ന്യൂറോളജിസ്റ്റ് ക്ലിനിക്കലി സസ്പെക്റ്റ് ചെയ്തത് ഈ കുട്ടിക്ക് ഒരു പിരിഡോക്സിൻ ഡിപ്പെൻഡൻറ്റ് എപ്പിലെപ്സി എന്ന് വെച്ചാൽ പിരിഡോക്സിൻ വൈറ്റമിൻ കൊടുക്കുമ്പോൾ ഈ കുട്ടിയുടെ സീഷേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ പിരിഡോക്സിൻ ഡിപ്പെൻഡൻറ്റ് എപ്പിലെപ്സി എന്ന് പറയുന്ന കണ്ടീഷൻ ആണെന്നാണ് ഈ ബേബീനെ സസ്പെക്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഇവർ കൺസാങ്കുനസ് ആണ്, ഫസ്റ്റ് കസിൻസ് ആണ് പാരൻസ്. അപ്പോൾ അതുപോലെ എൽഡർ ചൈൽഡ് 2 years ഡെത്തായിപ്പോയി. ആ കുഞ്ഞിൻ്റെ ഡയഗ്നോസിസ് ജസ്റ്റ് എപ്പിലെപ്റ്റിക് എൻസെഫലോപ്പതി എന്നായിരുന്നു. അപ്പോൾ ഇതെന്താ പറ്റി വെച്ചാൽ ആ കുഞ്ഞിന് ഓൾറെഡി ന്യൂറോളജിസ്റ്റൊക്കെ കണ്ട് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഇൻട്രാക്റ്റബിൾ സീഷേഴ്സൊക്കെ ഉള്ളവർക്ക് പിരിഡോക്സിൻ ഓൾറെഡി കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ കുഞ്ഞിന് ഇതൊക്കെ മെഡിസിൻസ് അറിയാതെ തന്നെ അവരെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്ത് വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് കുട്ടിക്ക് ഡെവലപ്മെൻറ്റിൽ ഒരു മൈൽഡ് ഡിലേ ഒക്കെ ഉള്ളൂ. ആ കുഞ്ഞ് ഒന്ന് വെല്ലായി വന്നപ്പം ഫാമിലി കംപ്ലീറ്റ് മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് ദേ വെൻ ടു അനദർ സിസ്റ്റം ഓഫ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി. അപ്പം അത് കഴിഞ്ഞപ്പോഴേക്കും ഇത് പിരിഡോക്സിൻ ഡിപ്പെൻഡൻ്റ് ആയിരുന്നതുകൊണ്ട് പിരിഡോക്സിൻ വൈറ്റമിൻസ് അങ്ങോട്ട് കട്ട് ഓഫ് ചെയ്തതും ദ ചൈൽഡ് വെൻറ്റ് ഇൻ ടു സിവിയർ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് ആൻഡ് ദ ബേബി ആൻഡ് ദ ചൈൽഡ് ഡൈഡ്.
അപ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ സോ വി വെയർ ലൈക്ക്, കാര്യം സാധാരണ ഇത് സീഷേഴ്സ് എല്ലാം ജനറ്റിക്സ് ആവണമെന്നില്ലല്ലോ, പക്ഷെ 2 കുട്ടികൾക്ക് ഈ സീഷർ ഹിസ്റ്ററി ഉള്ളപ്പോൾ വി സസ്പെക്റ്റഡ് ദാറ്റ് ദിസ് കുഡ് ബി ജനറ്റിക് പ്ലസ് പാരൻസ് ആർ കൺസാങ്ക്വിനസ്, ബ്ലഡ് റിലേഷനും ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവരുടെ ടെസ്റ്റിങ്ങിലേക്ക് പോയി. ഇതാണ് അവർ, ഒരു മൂത്ത കുട്ടി ഫീമെയിൽ ചൈൽഡായിരുന്നു, ഒരു അബോർഷൻ ഹിസ്റ്ററി ഉണ്ട്, ഇത് മെയിൽ ചൈൽഡ്. അപ്പോൾ ഡെവലപ്മെൻറ്റൽ എപ്പിലെപ്റ്റിക് എൻസെഫലോപ്പതീസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ജനറ്റിക് ടെസ്റ്റ് ചെയ്തത് ഹോൾ എക്സോം സീക്വൻസിങ്, ജീൻ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡു സീക്വൻസിങ് ചെയ്യണം. അതിൽ എക്സോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച ആ കോഡിങ് പോർഷൻസ് മാത്രം പഠിക്കുന്നതിനെയാണ് നമ്മൾ എക്സോം എന്ന് പറയുക. അതായത് എക്സോണിക് പോർഷൻസിനെ മാത്രം പഠിക്കുന്നത്. എക്സോണിനെയും ഇൻട്രോണിനെയും, ഒരു ജീനിനെ മുഴുവനായിട്ട് പഠിക്കുന്നതിനെയാണ് ഹോൾ ജീനോം സീക്വൻസിങ് എന്ന് പറയുക. ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി, ഹോൾ ജീനോം സീക്വൻസിങ്. അവിടെ നമ്മൾ റുട്ടീനായിട്ട് നമ്മൾ ചെയ്യാറ് ഹോൾ എക്സോം സീക്വൻസിങ് ആണ്. സോ ദെൻ വി ഡിഡ് ദാറ്റ്. അപ്പോൾ ആ താഴെ കാണിച്ചിരിക്കുന്നതാണ് ആ ജീനാണ് ALDH7A1. ഈ ഒരു ജീനിന് അതിൻ്റെ ഏത് പൊസിഷനിൽ എന്ത് മിസ്റ്റേക്ക് എന്നൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഓരോ മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഡബിൾ മിസ്റ്റേക്ക് ആയിട്ട് ഈ ഒരു ഡിസീസ് വരുന്നത്. അപ്പോൾ ഇത് ഓരോ കുഞ്ഞുങ്ങിനും വരാനുള്ള സാധ്യത എത്രയാണെന്ന് ചോദിച്ചാൽ 25% റെക്കറൻസ് റിസ്ക് ഉണ്ട്. അപ്പോൾ ഈ കുഞ്ഞിനും ഇത് തന്നെ നമ്മളിത് പ്രൂവ് ചെയ്തു ആ കുട്ടിക്ക് ഇതാണെന്നുള്ള. ഇതിൻ്റെ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ പിരിഡോക്സിൻ ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് നമ്മൾ പിരിഡോക്സിൻ കറക്റ്റ് ഡോസിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരെ സീഷർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആ കുഞ്ഞിനും അത് ഹെൽപ്ഫുള്ളായി. ആ കുഞ്ഞിനെ നമ്മൾ ട്രീറ്റ് ചെയ്തിരുന്നുണ്ട്, ഇപ്പോഴും അണ്ടർ ഫോളോ അപ്പാണ്. അത് ട്രീറ്റ് ചെയ്തു. പിന്നെ അവർ അടുത്ത പ്രഗ്നൻസിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻവേസീവ് ടെസ്റ്റിംഗ് അവരെ 3rd മന്തിൽ അല്ലെങ്കിൽ 4th മന്തിലാണെങ്കിൽ ആംനിയോസെൻറ്റസിസ്, നമ്മൾ ആംനിയോട്ടിക് ഫ്ലൂയിഡിനെ എടുക്കുക, എന്നിട്ട് ടെസ്റ്റ് ചെയ്യുക. ഇതിലേത് ഓഫർ ചെയ്ത് കൊടുത്താൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്തിനാ വെച്ചാൽ ജനിക്കുന്ന സമയത്ത് അവർ പ്രഗ്നൻസി ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ നമുക്ക് അറ്റ് ബർത്ത് തന്നെ കുഞ്ഞിന് പിരിഡോക്സിൻ സപ്ലിമെൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സീഷറൊന്നും വരാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. സോ ജസ്റ്റ് ഇതാണ് നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ്ങിൻ്റെ ടൈപ്സ്. കുറച്ച് ജീനുകളെ പറ്റി പഠിക്കുന്നതാണ് ടാർജറ്റഡ് ജീനുകൾ. അതായത് ഇപ്പോൾ നമ്മുടെ റീനൽ ഡിസീസിൻ്റെ കുറച്ച് പാനൽ, അതാണെങ്കിൽ ടാർജറ്റഡ് ജീൻ പാനൽസ്. അതുപോലെ എക്സോം സീക്വൻസിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു. എക്സോണിക് പോർഷനുകളെ മാത്രം പഠിക്കുന്നതാണെങ്കിൽ എക്സോം സീക്വൻസിങ്. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ക്ലിനിക്കൽ എക്സോമും ഹോൾ എക്സോമും എന്ന് പറയും അതിനകത്ത്. അത് ഈ നമുക്ക് ടോട്ടൽ 20,000 ജീൻസിനെയും പഠിക്കുന്നതിൻ്റെ പേരാണ് ഹോൾ എക്സോം. അതിന് പകരം ഒരു ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അറൗണ്ട് 6,000 ജീനുകളെ പഠിക്കുന്ന ഒരു ഇതാണ് ക്ലിനിക്കൽ എക്സോം സീക്വൻസിങ്. ഹോൾ ജീനോം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആ ജീനിനെ മുഴുവനായിട്ടും പഠിക്കുന്ന സ്റ്റഡിയാണ് ഹോൾ ജീനോം സീക്വൻസിങ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ ഏതാ വേണ്ടതെന്നൊക്കെ ഉള്ളത് ഓരോ സിനാരിയോ അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ കൂടുതലും ഇപ്പം മെറ്റബോളിക് അസുഖങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതാണ് നമ്മൾ യൂഷ്വലി എക്സോം സീക്വൻസിങ് ആണ് ചെയ്യേണ്ടി വരിക. ല്യൂക്കോഡിസ്ട്രോഫികൾ, അതായത് ന്യൂറോ ഡീജനറേറ്റീവ് ആയിട്ടുള്ള അസുഖങ്ങളിലെല്ലാം ഓരോന്നും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സ്ലൈഡ്. ഇതിപ്പോൾ പീഡിയാട്രീഷ്യൻസ് ഉള്ളതുകൊണ്ട് പറയുക, അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് ആരാണെങ്കിലും DNA എക്സ്ട്രാക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതായത് നമുക്കിപ്പോൾ പെട്ടെന്ന് ICUവിൽ ഒരു കുഞ്ഞ് കിടക്കുന്നുണ്ടാവും, ആ കുഞ്ഞ് പെട്ടെന്ന് മരണപ്പെട്ടു പോകും, നമുക്കത് ജനറ്റിക് ഡിസോർഡർ ആണെന്ന് അറിയാം. ആ ഫാമിലിനോട് പറഞ്ഞു, ഫാമിലി അപ്പോൾ ടെസ്റ്റിങ്ങിനൊന്നും വില്ലിങ് അല്ല. സോ വാട്ട് ക്യാൻ വി ഡു? നമുക്ക് ആ ബ്ലഡ് സാമ്പിൾ നമുക്ക് എടുത്ത് ബ്ലഡായിട്ട് നമുക്ക് 1 ആഴ്ചയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ബ്ലഡിൽ നിന്ന് അതിനെ DNA ആയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം നമുക്കത് വയ്ക്കാൻ പറ്റും. പിന്നെ കോസ്റ്റും അത് കുറവാണ്. ഒരു 1000-നൊക്കെ നമുക്ക് DNA സ്റ്റോർ ചെയ്യാം. പക്ഷേ ടെസ്റ്റിങ്ങിന് 15,000 ഒക്കെ ടെസ്റ്റ് കോസ്റ്റ് വരും. അപ്പം നമുക്ക് ആ ഫാമിലി ആ ഒരു എന്താ പറയുക, ആ ഒരു സമയത്തെ ആ ഒരു ഫേസിൽ നിന്ന് അവർ കടന്നു പോയി കഴിയുമ്പോൾ നമുക്ക് ഭാവിയിൽ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് പറയാൻ മറക്കരുത്. കാര്യം DNA എക്സ്ട്രാക്ഷൻ ആൻഡ് സ്റ്റോറേജ് നമുക്ക് അവൈലബിൾ ആണ്, അത് ചെയ്യാം. അതുപോലെ അബോർട്ടസ് ആയിട്ടുള്ള സാമ്പിൾസ്, അബോർഷനായിപ്പോയി, പെട്ടെന്ന് IUD ആയിപ്പോയി, ഇൻട്രൈട്രൈൻ ഡെത്ത് ആയിപ്പോയി, അതിലൊക്കെ നമുക്ക് DNA എക്സ്ട്രാക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. വർഷങ്ങളോളം വി ക്യാൻ സ്റ്റോർ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ 2-3 കണ്ടീഷൻസും കൂടെ കാണിച്ചിട്ട് നമുക്ക്
സോ വൺ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, SMA സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറയുന്ന അസുഖം ഞാൻ പറഞ്ഞു കൺസാങ്ക്വിനിറ്റിയിൽ കൂടുതലാണ്. അത് മാത്രമല്ല 50 പേരിൽ നമ്മൾ ഒരാൾ ക്യാരിയറുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കുന്ന ആളും ക്യാരിയറാണ് എങ്കിൽ നമ്മുടെ കുഞ്ഞിന് SMA വരാനുള്ള സാധ്യത 25% സാധ്യതയുണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ ഒരു പോപ്പുലേഷൻ റിസ്ക് ഉള്ള 2-3 അസുഖങ്ങളിൽ ഒന്നാണ് സ്പൈനൽ മസ്കുലർ അട്രോഫി, തലസീമിയ, കൺജനിറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലേസിയ എന്ന് പറയുന്ന ഈ 3 അസുഖങ്ങൾ വളരെ നമുക്ക് കോമൺ ആണ്. കാര്യം നമുക്ക് കാരിയർ ഫ്രീക്വൻസി വളരെ കൂടുതലാണ് നമ്മുടെ. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ദിസ് ബേബി 4-month ഇൻഫൻറ്റ് ഷീ പ്രസൻറ്റഡ് വിത്ത് ഹൈപ്പോട്ടോണിയ, ഫീഡിങ് ഡിഫിക്കൽട്ടി, മസിൽ വീക്ക്നെസ് ആയിട്ടാണ്. അമ്മ പറയും നമ്മളോട് കാലനക്കുന്നില്ല ഡോക്ടറെ എന്ന് പറയും. അപ്പോൾ നമ്മൾ പറയും നിങ്ങൾക്ക് തോന്നുന്നതാണെന്ന് പറയും. ഇപ്പോൾ 1ാമത്തെ മാസത്തിൽ അവർക്ക് തോന്നുന്നുണ്ടാവും. അതാ സാറ് നേരത്തെ പറഞ്ഞത്, ഒരമ്മ വന്നിട്ട് നമ്മൾക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ അവരൊരു 1000 വട്ടം അവർ ആലോചന ശേഷമാണ് നമ്മളോട് വന്ന് പറയുന്നത്. അപ്പോൾ അത് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. അറ്റ്ലീസ്റ്റ് അവരെ ഫോളോ അപ്പിലെങ്കിലും വെക്കണം അല്ലെങ്കിൽ അതാണ് അവർക്ക് ഏറ്റവും വിഷമം വന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടും ആ ഡോക്ടർ വിശ്വസിച്ചില്ലല്ലോ, ഇത് നേരത്തെ കണ്ടുപിടിക്കാമായിരുന്നില്ലേ. സോ അതൊരു വല്ലാത്തൊരു അവസ്ഥയാണത്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ഒന്നും ചെയ്യേണ്ട, അവരോട് പറഞ്ഞാൽ മതി ഓക്കെ എനിക്കിപ്പം ഇങ്ങനെയാണ് തോന്നുന്നത്, പ്ലീസ് വെയിറ്റ്, യു കം ഒരു 1 month കഴിഞ്ഞ് വരുമെന്നോ അല്ലെങ്കിൽ സംതിങ് യു ഹാവ് ടു ടെൽ. സോ SMA ടെസ്റ്റിങ്ങിൽ നമ്മൾ SMA എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡറാണ്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SMN ജീനാണ് ആ കാണുന്നത്. SMN ജീനിൻ്റെ 2 പോർഷൻസ് ആണ്, ഇത് 7 and 8. യൂഷ്വലി 95% കേസ് ഓഫ് SMA-യിലും ഈ 7ഉം 8ഉം പോർഷൻ ഡിലീറ്റഡ് ആയി പോവും. അത് 2 നമുക്ക് ഇത് ക്രോമസോം 5-ലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ 2 ക്രോമസോം 5 ഉണ്ട്. ഈ 2 ക്രോമസോം 5-ലെയും 2 ഭാഗവും ഡിലീറ്റായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിന് അസുഖം എക്സ്പ്രസ് ചെയ്യും. പാരൻസിൽ 1 ക്രോമസോമിൽ മാത്രമേ പൊട്ടലുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം ഒൺലി 1 ക്രോമസോമിൽ മാത്രം പൊട്ടലുണ്ടെങ്കിൽ നമ്മൾ ക്യാരിയർ ആയിരിക്കും, നമ്മൾ എക്സ്പ്രസ് ചെയ്യത്തില്ല. പക്ഷെ 2 ക്രോമസോം 5-ലും ഇത് പൊട്ടിപ്പോകുമ്പോഴാണ് SMA ഉണ്ടാവുക. അപ്പോൾ ഇത് ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പാരൻസ് ക്യാരിയർ ആവാം. അപ്പോൾ ഇപ്പോൾ ഇതിന് കുറേ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് SMA-ക്ക് ഉണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഇതാണ് ലിസ്റ്റഡ് ആണ്. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ നമുക്ക് ഈ റെയർ ഡിസീസ് രജിസ്ട്രി ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്കൊക്കെ റെയർ ഡിസീസ് പ്രൂവൺ ആയിട്ടുള്ള റെയർ ഡിസീസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ രജിസ്റ്റർ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഉള്ളതാണെങ്കിൽ 50 lakhs വരെ ഒരു കുഞ്ഞിന് ചികിത്സാ സഹായം കിട്ടും. അപ്പോൾ അത് എല്ലാത്തിനും അല്ല, ട്രീറ്റ്മെൻറ്റ് ഉള്ളതിന് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ SMA-ക്ക് റിസ്ഡിപ്ലാം എന്ന് പറയുന്ന ഓറൽ മെഡിസിൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ പണ്ടത്തെ പക്ഷെ കിട്ടാൻ അത്ര എളുപ്പമല്ല, സാറിന് അറിയാമോ എന്താ സാർ. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് അവരതിൻ്റെ ടൈമിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് പിന്നെയും കിട്ടുന്നുണ്ടല്ലേ സാർ. കൂടുതൽ പേർക്കും റിസ്ഡിപ്ലാമ എത്രയോ ഇപ്പം നമ്മുടെ ഏർലി ഡിറ്റക്റ്റ് ചെയ്യുന്ന മിക്ക പേഷ്യൻസിനെ നമുക്ക് റിസ്ഡിപ്ലാമ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ ജീൻ തെറാപ്പിയാണ് ഒരു 1 time ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജീൻ തെറാപ്പിയാണ്. ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. അപ്പോൾ നമുക്ക് പക്ഷേ ഇതെല്ലാം ഒരു രജിസ്ട്രി ചെയ്തിടുവാണെങ്കിൽ ബിക്കോസ് ഒരു ആഫ്റ്റർ 5 years ഒന്നും ഇതുപോലെ ആവത്തില്ല. ഞാനിതെല്ലാം കൊടുത്തു, പേഷ്യൻസ് എത്ര പേര് ഇതൊക്കെ ഇതുമായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറയാനുള്ള നമുക്ക് കൂടുതൽ ഇത് വരും. സോ ഇത് വേറൊരു കുഞ്ഞാണ്. ഹി ഹാസ് എ ഡിഫിക്കൽട്ടി ഇൻ ഗെറ്റിംഗ് അപ്പ്, സ്ക്വാറ്റിംഗ് പൊസിഷനിൽ നിന്ന് എഴുന്നേക്കാനുള്ള ബുദ്ധിമുട്ടാണ്. നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ അവൻ്റെ കാഫ് മസിൽസൊക്കെ ഞാൻ വേർതിരിക്കുകയാണ്. ദിസ് കണ്ടീഷൻ ഇസ് ദ ഡ്യൂഷൻസ് മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഒരു മസ്കുലാർ ഡിസ്ട്രോഫിയിലാണ്. അപ്പം ഇത് നമ്മുടെ X ക്രോമസോമിലാണ് DMD എന്ന് പറയുന്ന ജീനുള്ളത്. ആ ജീന് മെയില് ആൺകുട്ടികളിലാണ് ഇത് ഉണ്ടാവുക. കാര്യം XY ആണ് ആൺകുട്ടി. അപ്പോൾ ഒരു X ക്രോമസോമേ ആൺകുട്ടികൾക്കുള്ളൂ. അപ്പം ഈ X ക്രോമസോമിലെ ഈ ഡിസ്ട്രോഫിൻ ഈ ജീന് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹി വിൽ എക്സ്പ്രസ് DMD. ഫീമെയിൽസ് ആണെങ്കിൽ 2 X ക്രോമസോം ഉണ്ട്. അപ്പോൾ ഒരു X ക്രോമസോമേ പൊട്ടിപ്പോയുള്ളെങ്കിൽ അവർക്ക് ഇത് വരേണ്ട ആവശ്യം എക്സ്പ്രസ് ചെയ്യത്തില്ല. യൂഷ്വലി അവർ ക്യാരിയർ ആയിരിക്കും. അപ്പോൾ അമ്മയാണ് ആൺകുട്ടികൾക്ക് X ക്രോമസോമും അച്ഛനിൽ നിന്ന് Y ക്രോമസോമുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അമ്മയിൽ നിന്ന് ആൺകുട്ടികൾക്ക് ഈ പൊട്ടിപ്പോയത് കിട്ടുവാണെങ്കിൽ ആൺകുട്ടികൾക്ക്
അസുഖം ഉണ്ടാവാം. അപ്പോൾ എല്ലാ ആൺകുട്ടികൾക്കും കിട്ടത്തില്ല, പകുതി ആൺകുട്ടികൾക്കേ കിട്ടത്തുള്ളൂ. അമ്മയുടെ നോർമലായിട്ടുള്ള എക്സ് ഉണ്ട്, അത് കിട്ടുന്ന ആൺകുട്ടികൾക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ 50% ഓഫ് ദ മെയിൽസ് വിൽ ബി ഹാവിങ് DMD ഇഫ് മദർ ഇസ് എ കാരിയർ. ഇതാണ് ആ ടെസ്റ്റിങ്. ഇത് നമ്മൾ ചെയ്യുക, ഈ ടെസ്റ്റിന് MLPA എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് ചെയ്യുക. ഇതിലൂടെ നമ്മൾ അതിൻ്റെ SMA ടെസ്റ്റിൻ്റെ പേരും MLPA ആണ്. SMAയും DMDയും MLPA ചെയ്തു. എന്നിട്ട് നമുക്കിതിൽ ആ പൊട്ടൽ കണ്ടുപിടിക്കാം. സോ ഇതിലും ജീൻ തെറാപ്പീസൊക്കെ ഇതിൻ്റെ തെറാപ്പി വലിയൊരു റിസർച്ച് വർക്ക് നടക്കുന്നൊരു ഫീൽഡാണ് DMD. സോ നമ്മൾ നെക്സ്റ്റ് തന്നെ നമുക്ക് കിട്ടും എന്നാണ് വിചാരിക്കണേ. സോ ലൈക്ക് പിന്നെ ഇത് ഒബേസിറ്റി ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഒക്കെ ആയിട്ടൊരു കുഞ്ഞ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടത് പ്രാഡർ-വില്ലി സിൻഡ്രോം. ആ കുഞ്ഞിന് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊരു ഇതാണ് പ്രാഡർ-വില്ലി സിൻഡ്രോം. ഏതൊരു മെയിൽ ചൈൽഡ് നിങ്ങളുടെ അടുത്ത് ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസുമായിട്ട് വരുമ്പോൾ സ്പീച്ച് ഡിലേ ആയിട്ട് വരുന്ന മെയിൽ ചൈൽഡ് ആണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും ഫ്രജൈൽ എക്സ് എന്ന് പറയുന്ന, അതായത് എക്സ് ക്രോമസോമിൻ്റെ കുറച്ച് ഭാഗം പൊട്ടുക എന്നല്ല പറയാം, അതിൻ്റെ ഒരു റിപ്പീറ്റുകൾ വരും. കുറേ റിപ്പീറ്റ് സീക്വൻസസ് ഉണ്ട്. CGG എന്ന് പറയുന്ന റിപ്പീറ്റുകൾ. അത് ഒരു 200 മേലെ നമുക്ക് യൂഷ്വലി ഒരു 55 റിപ്പീറ്റ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. അത് 200 മേലെ ആവുമ്പോൾ ആ റീജിയൻ ഒരു ഫ്രജിലിറ്റി വരും, എക്സ് ക്രോമസോമിൻ്റെ റീജിയൻ. അതുവഴി ഉണ്ടാകുന്ന ഡിസോർഡറാണ് ഫ്രജൈൽ എക്സ് സിൻഡ്രോം. അപ്പോൾ ഇവർക്കൊക്കെ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് തരം ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്, എന്താണ് അവരുടെ പ്രോഗ്നോസിസ്, അതുപോലെ അവരുടെ ഫാമിലിയിലെ നെക്സ്റ്റ് റെക്കറൻസ് റിസ്ക്, ഇതെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. എക്സ് ലിങ്ക്ഡ് എക്സ് ക്രോമസോമിലാണ് ഉള്ളത്. സോ ഇത് ജനറ്റിക് ഡിസോർഡേഴ്സാണ്. നമ്മൾ വി ഹാവ് ടു ജനറ്റിക് ഡിസോർഡറാണ്, ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല, ഒന്നുമില്ല, ഇതെന്താ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ട് കാര്യം എന്ന് വിചാരിക്കുന്നതിന് പകരം വി ഹാവ് ടു ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മൾ ലിറ്റിഗേഷനിലേക്ക്, കാര്യം പേഷ്യൻ്റ് വിൽ ടെൽ വൈ യു ഡിൻ ടെൽ ഇതൊക്കെ ഉണ്ട് എന്നുള്ളതും ഇന്ന ടെസ്റ്റിംഗ് ഉണ്ട് എന്നുള്ളതും, അല്ലെങ്കിൽ ഇതിൽ പോയി കാണണമെന്നോ റെഫറൻസ് ഉണ്ടെന്നോ ഒക്കെ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ആ പേഷ്യൻറ്റിനെ എന്തൊക്കെ രീതിയിൽ മോഡിഫൈ ചെയ്യാൻ പറ്റും അവരുടെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ, അതിനെല്ലാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ താങ്ക് യു സോ മച്ച്.